ആഭ്യന്തരമന്ത്രിക്കെതിരെ വീണ്ടും അൻസിബ ഹസൻ. തന്റെ പരാതിയിൽ എഫ്ഐആർ ഇട്ടുവന്ന മന്ത്രിയുടെ വിശദീകരണം വസ്തുതാവിരുദ്ധം. എന്നാൽ പരാതിക്കാരിയായ തനിക്കെതിരെയാണ് പോലീസ് അന്വേഷണം നടക്കുന്നതെന്നും അൻസിബ ഹസൻ പറഞ്ഞു. നീതി ലഭിക്കുന്നതുവരെ വാതിലിൽ മുട്ടിക്കൊണ്ടേയിരിക്കുമെന്നും അൻസിബ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് വിമർശനം. അൻസിബ ഹസൻ തനിക്കെതിരെ നടത്തിയിട്ടുള്ള വംശീയമായ പരാമർശങ്ങളുടെ പേരിലാണ് പോലീസിൽ പരാതി നൽകിയത്. പക്ഷേ പോലീസ് പരാതി കേൾക്കാൻ തയ്യാറായില്ല, കേസെടുക്കാൻ തയ്യാറായില്ല. പിന്നീട് കോടതിയിലെത്തി അൻസിബ. ഇപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ അൻസിബ ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുകയാണ്. സാലി മുഹമ്മദ് ചേരുന്നു. സാലി, ഒരു നീതി നിഷേധം അത് വല്ലാതെ അനുഭവിക്കുന്നുണ്ട് അൻസിബ ഹസൻ എന്നാണ് അവരുടെ വാക്കുകളും പ്രവൃത്തിയും ഒക്കെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. പോലീസിൽ നിന്ന് ഒരു തരത്തിലുള്ള നീതിയും തനിക്ക് ലഭിക്കുന്നില്ല. പരാതിക്കാരിയായ തനിക്കെതിരെയാണ് പോലീസിന്റെ അന്വേഷണം എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. സാലി, ഷമ്മി, അൻസിബ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. അതിൽ ആഭ്യന്തരമന്ത്രിക്കെതിരെ ചില പരാമർശങ്ങളുണ്ടായിരുന്നു. കേസെടുക്കാൻ പോലീസ് തയ്യാറായില്ല, ആഭ്യന്തരമന്ത്രിയെ സിറ്റി പോലീസ് കമ്മീഷണർ തെറ്റിദ്ധരിപ്പിച്ചു എന്നതൊക്കെ. പക്ഷേ ഇന്നലെ ആഭ്യന്തരമന്ത്രി അതിന് പറഞ്ഞത് താൻ പോലീസ് കമ്മീഷണറുമായി ബന്ധപ്പെട്ടിരുന്നു, കേസെടുത്തു എന്നറിഞ്ഞു. പിന്നെ കേസെടുക്കുക എന്നതിനപ്പുറത്തേക്ക് തുടർ നടപടികൾ, എഫ്ഐആർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തുടർ നടപടികൾ ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്ക് താൻ ഇടപെടുന്നത് ശരിയല്ല, അതുകൊണ്ട് താൻ ഇടപെട്ടിട്ടില്ല, അല്ലാതെ അൻസിബയ്ക്ക് നീതി നിഷേധിക്കപ്പെട്ടിട്ടില്ല എന്നതായിരുന്നു രമേശ് ചെന്നിത്തലയുടെ ഇന്നലത്തെ വിശദീകരണം. അതിനെക്കുറിച്ച് അല്പം മുമ്പ് അൻസിബ ഫേസ്ബുക്കിലൂടെ ആഭ്യന്തരമന്ത്രിയെ തന്നെ ടാഗ് ചെയ്തൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. അതിൽ വിശദമാക്കുന്നത്, തനിക്കെതിരെ കേസെടുത്തോ ഇല്ലയോ എന്ന് ചോദിക്കാനല്ല, അല്ലെങ്കിൽ അതിൽ പരാതി പറയാനല്ല താൻ ആഭ്യന്തരമന്ത്രിയെ ഫോണിൽ ബന്ധപ്പെട്ടത്. തനിക്ക് നേരിട്ട ഒരു നീതി നിഷേധം ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. കാരണം തന്നെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു വീഡിയോ ലക്ഷ്മിപ്രിയയും കൂട്ടരും സൃഷ്ടിച്ച് അതിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് തനിക്ക് അപകീർത്തികരവും അപമാനകരവുമാണ്, തന്നെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ്. അത് തടയണം, അതിൻ്റെ പ്രചരണം തടയണം എന്നാവശ്യപ്പെടാനാണ് ആഭ്യന്തരമന്ത്രിയെ താൻ ഫോണിൽ ബന്ധപ്പെട്ടത്. അത് തടയാമെന്ന് ആഭ്യന്തരമന്ത്രി പറയുകയും ചെയ്തു. പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല. മാത്രവുമല്ല, ഇതേ ആളുകൾ ആ വീഡിയോ പൂർണ്ണമായി ഇൻസ്റ്റാഗ്രാമിൽ വീണ്ടും പോസ്റ്റ് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. താൻ ഇതൊക്കെ പറഞ്ഞ് പാലാരിവട്ടം പോലീസിനെ സമീപിച്ചെങ്കിലും ഒരു നടപടി ഉണ്ടായില്ല. പാലാരിവട്ടം പോലീസ് ഈ വീഡിയോയും സാമഗ്രികളും ഒക്കെ പരിശോധിച്ചിട്ട് പറയുന്നത് ഇത് വെറും അപകീർത്തി കേസാണ്, ഇതൊരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ, എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ വകുപ്പില്ല എന്ന വിശദീകരണമാണ് ഇപ്പോൾ പാലാരിവട്ടം പോലീസ് നൽകുന്നത്. പക്ഷേ ആഭ്യന്തരമന്ത്രി പറയുന്നു എഫ്ഐആർ ഇട്ടു എന്ന്. മറ്റൊരു കേസിൽ കോടതിയെ സമീപിച്ച് താൻ പോലീസിനെ കൊണ്ട് എഫ്ഐആർ ഇടിയിച്ചിരുന്നു. പക്ഷേ ആഭ്യന്തരമന്ത്രി ഇപ്പോഴും പറയുന്നത് ഈ പരാതിയിലൊക്കെ എഫ്ഐആർ ഇട്ടിട്ടുണ്ട്, ഇനി കൂടുതൽ തനിക്ക് ഇടപെടാനൊന്നും ഇല്ല എന്ന വിശദീകരണമാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നൽകുന്നത്. പക്ഷേ അങ്ങനെയല്ല വസ്തുത. തനിക്ക് ഇതിൽ നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. തന്നെ അപകീർത്തിപ്പെടുത്തുന്ന വീഡിയോ പ്രചരിപ്പിച്ച ആളുകൾക്കെതിരെ നടപടിയും സാലി, അൻസിബയുടെ ആ വാദം പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു വാദമാണ്. കാരണം അത്രമാത്രം വ്യക്തിഹത്യ നടത്തുന്ന ഒരു പോസ്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്, ഒരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുള്ളത്. സമാനമായ ഒരു ആരോപണം ഈ പറയുന്ന അധികാരസ്ഥാനത്തിരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്കെതിരെ ഒരാൾ നടത്തിയാൽ ഇവർ കേസെടുക്കുമോ ഇല്ലയോ? നമ്മൾ കാണുന്നതാണല്ലോ. പല പരാമർശങ്ങളുടെയും ഫേസ്ബുക്ക് പരാമർശങ്ങളുടെയും പേരിൽ ഈ പറയുന്ന മന്ത്രിമാരെ മറ്റ് ഉദ്യോഗസ്ഥരെ ഒക്കെ ഈ തരത്തിൽ ആക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം വരുമ്പോൾ കേസെടുക്കുന്നത്. പക്ഷേ അൻസിബയുടെ കാര്യത്തിൽ മാത്രം എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ക്രിമിനൽ നടപടിയിലേക്ക് പോകാൻ ആഭ്യന്തര വകുപ്പിന് ഇത്ര വിഷമം? ഇത് ആദ്യത്തെ കേസല്ലല്ലോ സാലി. ആദ്യം മുതൽ തന്നെ ഇവരെ തീവ്രവാദി എന്നും ജിഹാദി എന്നും മതപരിവർത്തനം നടത്തുന്നു എന്നൊക്കെ തരത്തിൽ ആക്ഷേപിക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി കൊടുക്കുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ പോലീസ് അനങ്ങുന്നില്ലല്ലോ. രമേശ് ചെന്നിത്തലയുടെ പോലീസിന് കേസെടുക്കാൻ കഴിയുന്നില്ലല്ലോ. ഇപ്പൊ വീണ്ടും സമാനമായി ആ യുവതിയെ ഇത്രമാത്രം വ്യക്തിഹത്യ നടത്തുന്ന ഒരു കേസിലും അതേ സമീപനം സ്വീകരിക്കുകയല്ലേ സാലി? അതായത് ഒരു വിഭാഗം അമ്മയിലെ തർക്കത്തിൻ്റെ പേരിൽ, ആഭ്യന്തര തർക്കങ്ങളുടെ പേരിൽ അൻസിബയ്ക്കെതിരെ സംഘടിതമായ സൈബർ ആക്രമണം കുറേ ദിവസങ്ങളായി നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ലക്ഷ്മിപ്രിയയും ശ്വേതാ മേനോനും ഒക്കെ ഉൾപ്പെടുന്ന കൂട്ടർ ഇത്തരത്തിലൊരു വീഡിയോ സൃഷ്ടിച്ച് അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചത്. അത് തടയണം എന്നതായിരുന്നു ഇവരുടെ ആവശ്യം. അതിനുവേണ്ടിയാണ് അവർ ആഭ്യന്തരമന്ത്രി വിളിച്ചത്. പക്ഷേ ആഭ്യന്തരമന്ത്രി ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്തത്. എഫ്ഐആർ ഇടണമെന്ന് പറഞ്ഞു, എഫ്ഐആർ ഇട്ടു, ഇനി തൻ്റെ കയ്യിലല്ല, അത് പോലീസ് വേണേൽ ചെയ്തോളും എന്ന ലൈനിലാണ് ആഭ്യന്തരമന്ത്രി പ്രതികരിച്ചത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇതേ ആഭ്യന്തരമന്ത്രിക്കെതിരെ കഴിഞ്ഞ ദിവസം
ഒരാൾ ഒരു മാധ്യമത്തിൽ വന്ന പോസ്റ്റ് ഷെയർ ചെയ്തതിൻ്റെ പേരിൽ, ഈ ആഭ്യന്തരമന്ത്രിയെ വിമർശിക്കുന്ന ഒരു പോസ്റ്റ് ഷെയർ ചെയ്തതിൻ്റെ പേരിൽ അയാൾക്കെതിരെ FIR ഇട്ടിട്ടുണ്ട് കേരളത്തിലെ പോലീസ്. അപ്പോൾ ആ സാഹചര്യം കൂടി ചേർത്ത് വായിക്കണം. ഇതൊരു ഒരു യുവതിയാണ്. ആ ഒരു യുവതി നൽകിയൊരു പരാതിയിൽ അവരുടെ മാനത്തിന് വില പറയുന്ന ഒരു വിഷയത്തിൽ ഇത്ര ലാഘവത്തോടെ പോലീസ് ആ വിഷയം കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം. പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടാകും, പക്ഷേ ഒരിക്കലും ആഭ്യന്തരമന്ത്രിക്ക് വീഴ്ച സംഭവിക്കാൻ പാടില്ലാത്തതാണ് എന്നതാണ് കാര്യം. ആഭ്യന്തരമന്ത്രി പോലീസിനൊപ്പം അല്ല ആ വിഷയത്തിൽ നിൽക്കേണ്ടത്. പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കും എന്ന് പറയേണ്ട ആളാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പക്ഷേ ഇപ്പോഴും അദ്ദേഹം ആ കാര്യത്തിൽ ഒരു കർശനമായ നിലപാടിലേക്ക് പോകാൻ തയ്യാറായില്ല. ഈ അൻസിബയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ അല്പം മുമ്പിട്ട ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കാക്കിക്കുള്ളിൽ നിങ്ങൾ ആരായാലും നിയമപരമായ നിങ്ങളുടെ സഹായവും സംരക്ഷണവും എനിക്കും കൂടി അവകാശപ്പെട്ടതാണെന്ന പൂർണ്ണ ബോധ്യത്തിലാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളുടെ വാതിലിൽ മുട്ടുന്നത്. നീതി ലഭിക്കുന്നതുവരെ ആ വാതിലിൽ ഞാൻ മുട്ടിക്കൊണ്ടേയിരിക്കും. അൻസിബ ഹസൻ. ഇങ്ങനെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതായത് അവർ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഈ സ്ത്രീകൾക്കെതിരായ തീർച്ചയായിട്ടും അൻസിബയുടെ ഭാഗത്ത് നീതി ലഭിക്കണം. അൻസിബയുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല. കാരണം അത്ര വ്യക്തിഹത്യ നടത്തുന്ന ഒരു യൂട്യൂബ് പോസ്റ്റ് ഒരു നടി ഇടുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശം ഒരു വ്യക്തി എന്ന നിലയിൽ, ഒരു കലാകാരി എന്ന നിലയിൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ അവർക്കുണ്ട്. അത് അംഗീകരിച്ചു കൊടുക്കാൻ എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പിന് ഇത്ര ബുദ്ധിമുട്ട്? അത്രമാത്രം വ്യക്തിഹത്യ നടത്തുന്ന ഒരു പോസ്റ്റാണല്ലോ ഇട്ടത്. എല്ലാ കാര്യത്തിലും നീതി പറയുകയും തങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് മാത്രം നീതി നടപ്പാക്കുകയും ചെയ്യുക എന്നുള്ളത് ശരിയായൊരു സമീപനമല്ലല്ലോ സാലി. അത് മാത്രമല്ല പ്രശ്നം. കാരണം അവർ കൊടുത്തൊരു പരാതി, ആ പരാതിയിൽ തുടർ നടപടി എടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. അതിനെ ആഭ്യന്തരമന്ത്രി ന്യായീകരിക്കുന്നു. അത് മാത്രമല്ല പ്രശ്നം. ഈ പരാതിക്കാരി താമസിച്ച ഹോട്ടൽ കേന്ദ്രീകരിച്ചൊരു പരിശോധനയും അന്വേഷണവും ഒക്കെ പാലാരിവട്ടം പോലീസ് നടത്തി എന്നതാണ് ഇപ്പോൾ അൻസിബയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാകുന്നത്. അങ്ങനെ ഒരു വിവരം ഇതുവരെ പുറത്തു വന്നിരുന്നില്ല. അൻസിബ ഇട്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിൽ അത് പറയുന്നുണ്ട്. താൻ നൽകിയ പരാതിയിൽ അന്വേഷണം നടത്തിയില്ല എന്ന് മാത്രമല്ല, തനിക്കെതിരെ എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഹോട്ടലിലും മറ്റും പോയി പോലീസ് അന്വേഷിച്ച വിവരവും തനിക്കറിയാം എന്നുള്ളതാണ്. അപ്പം എത്രമാത്രം നിരുത്തരവാദപരമായാണ് ഇക്കാര്യത്തിൽ, പക്ഷപാതപരമായാണ് അൻസിബ വിഷയത്തിൽ കേരള പോലീസ് ഇടപെട്ടതും ഇപ്പോൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതും നടപടി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതും എന്നത് പകൽ പോലെ വ്യക്തമാണ്. പക്ഷേ പോലീസിന് വീഴ്ച സംഭവിച്ചെങ്കിലും ആ വീഴ്ചയെ ന്യായീകരിക്കാൻ ആഭ്യന്തരമന്ത്രി തയ്യാറായി എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അതുകൊണ്ടാണ് ഇങ്ങനെ വൈകാരികമായ ഒരു പോസ്റ്റിലേക്ക് ആ യുവതിക്ക്, ഒരു നടിക്ക് പോകേണ്ടി വന്നത് എന്നുള്ളതാണ്. അത് അപമാനകരമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം താൻ ഇത്തരത്തിൽ ഒരു അറ്റാക്ക്, ഒരു സൈബർ അറ്റാക്ക് സമൂഹ മാധ്യമങ്ങളിലൂടെ ചിലരാൽ നേരിട്ടു. അതാരാണ് അതിന് പിന്നിൽ എന്ന് വ്യക്തതയോടെ പരാതിയിൽ പറഞ്ഞിട്ടും കേസെടുക്കാൻ പോലും, FIR ഇടാൻ പോലും തയ്യാറായില്ല. അവസാനം മറ്റൊരു കേസിൽ അവർ കോടതിയിൽ പോയി FIR ഇടിയിച്ചു. ഇപ്പോൾ ഇതിലും അവർ കോടതിയെ സമീപിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം പൊതുവിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളുടെ കാര്യത്തിൽ എന്താണ് UDFിൻ്റെ പോലീസ് നയം എന്ന് വ്യക്തമാക്കുന്ന ഒരു സംഭവമാണിത്. താരതമ്യം ചെയ്യാവുന്നത് LDF സർക്കാരിൻ്റെ കാലത്ത് സ്ത്രീകൾക്കെതിരായി നടന്ന ചെറിയ അതിക്രമങ്ങളെ പോലും എത്ര ഗൗരവത്തോടു കൂടിയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് എന്ന് താരതമ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക. നമുക്കറിയാം, നടിയെ ആക്രമിച്ച കേസിൽ സംസ്ഥാനത്ത് അന്ന് ആഭ്യന്തര വകുപ്പും പോലീസും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മുഖ്യമന്ത്രി വ്യക്തിപരമായും എടുത്ത താല്പര്യവും കർശന നിലപാടുകളും നമുക്ക് പകൽ പോലെ കാണാവുന്നതാണ്. ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിൽ കൃത്യമായ അന്തരമുണ്ട്. അതാണ് നിലപാടിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അതാണ് അൻസിബ ഫേസ്ബുക്കിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. തനിക്ക് അവകാശപ്പെട്ട നീതിക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ വാതിലിൽ നിരന്തരം മുട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഇനിയും മുട്ടുക തന്നെ ചെയ്യും എന്ന് അൻസിബ പറയുന്നതും ഈ നിലപാടുകളുടെ വ്യത്യാസം സമൂഹത്തിന് മനസ്സിലാകുന്നത് കൊണ്ടുകൂടിയാണ്. ഷമി സാലിയാണ് വിശദാംശങ്ങൾ